അല്പസമയത്ത് ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30 മുതൽ 34 വരെ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും അവർ പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവവചനത്തിനായി സ്തോത്രം. ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാനും ജീവിതത്തെ ഒന്ന് തിരുത്തി വായിക്കുവാനുമുള്ള കൃപ നൽകണമേ. അടിയൻ്റെ അധരത്തെ ശക്തീകരിക്കണമേ. ജനത്തോട് സംസാരിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത്. ഏത് സാഹചര്യത്തിലും, ഏതിടത്തിലും, ഏതനുഭവത്തിലും ജീവിതം തന്നെ സാക്ഷ്യമായി തീരണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം. ആക്കിയിരിക്കുന്നിടത്ത് സാക്ഷ്യമുള്ളവരായിരിക്കുക, അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം. കഠിനമായ ജീവിത സാഹചര്യത്തെ സാക്ഷ്യത്തിന് വേദിയാക്കിയ ദൈവദാസന്മാരുടെ ജീവിതാനുഭവമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. കഠിനമായ ജീവിത സാഹചര്യത്തെ സാക്ഷ്യത്തിന് വേദിയാക്കി മാറ്റതായ പൗലോസും ശീലാസും പലതും കൊണ്ട് പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം. കാരണം സഭയുടെ ആരംഭം, അതിൻ്റെ വളർച്ച, അതിൻ്റെ വ്യാപ്തി ഹൃദ്യമായും വ്യക്തമായും സ്പഷ്ടമായും ഹ്രസ്വമായും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം. അതുകൊണ്ട് തന്നെ സഭയുടെ അതിപ്രധാനമായ ചരിത്രരേഖയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഏത് ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണോ സുവിശേഷം അവസാനിപ്പിക്കുന്നത്, അതിൻ്റെ തുടർച്ചയാണ് പ്രവൃത്തികളുടെ പുസ്തകം. പൗലോസും ശീലാസും ഫിലിപ്പിയിൽ ചെയ്തതായ ദൈവരാജ്യ പ്രവർത്തനമാണ് പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം കാണുന്നത്. തൽഫലമായി ഫിലിപ്പിയിൽ ഒരു സഭ രൂപപ്പെടുകയാണ്. അതാണ് ഫിലിപ്പിയ സഭ. വളരെ ബഹുമാനത്തോടെ ചോദ്യം ചോദിച്ചോട്ടെ, ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ 3 സന്തതികൾ ആരാണ്? വളരെ ബഹുമാനത്തോടാണ് ചോദിച്ചത്. മോശം. രക്താംബരം വിൽക്കുന്നതായ ലുദിയ, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ദൈവവചന ശുശ്രൂഷയാൽ തിരുസഭയുടെ അംഗമായി തീർന്നവളായിരുന്നു ആര്?
ലുദിയ. പൗലോസിൻ്റെ തിരുവചന ശുശ്രൂഷയാൽ, ദൈവവചന ശുശ്രൂഷയാൽ അവളുടെ ഹൃദയം തുറന്നു എന്നാണ് പറയുന്നത്. അവൾ സ്നാനപ്പെട്ട് സഭയുടെ അംഗമായി തീർന്നു. അപ്പോൾ ദൈവവചന ശുശ്രൂഷയാൽ സഭയുടെ അംഗത്വത്തിൽ വന്നയാളാണ് ആര്? ലുദിയ. രണ്ടാമത്തെ ആള് സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളല്ല, മറിച്ച് ഒരു വെളിച്ചപ്പെടുത്തിയാണ്. അവളിലുള്ള അശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മശക്തിയാൽ പുറത്താക്കി, പരിശുദ്ധാത്മശക്തിയാൽ അതിൻ്റെ ശക്തി അനുഭവിച്ചവൾ മാനസാന്തരപ്പെട്ട് സഭയുടെ അംഗത്വത്തിൽ പ്രവേശിച്ചു. അവളാണ് ഫിലിപ്പി സഭയിലെ രണ്ടാമത്തെ സന്തതി. വെളിച്ചപ്പാടത്തി. മൂന്നാമത്തേത് മോശം. കാരാഗൃഹത്തിൽ ഇടികൊണ്ടപ്പോൾ വേദനിക്കപ്പെട്ടപ്പോൾ, കാരാഗൃഹത്തിൽ അടികൊണ്ട് മുറിവേറ്റപ്പോൾ, പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ കഠിന ശോധനകളുടെ മധ്യത്തിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആരാധിച്ച പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിത സാക്ഷ്യം കണ്ടുകൊണ്ട് സഭയുടെ അംഗത്വത്തിൽ പ്രവേശിച്ചതായ വ്യക്തിയായിരുന്നു കാരാഗൃഹ പ്രമാണി. ഒരു സഭ രൂപപ്പെട്ടത് കണ്ടോ? ഒരു സഭ അത് രൂപപ്പെട്ടത് എങ്ങനെയാ? വചന ശുശ്രൂഷയാൽ ലുദിയ, പരിശുദ്ധാത്മശക്തിയാൽ വെളിച്ചപ്പെടുത്തി, ജീവിത സാക്ഷ്യം കണ്ടുകൊണ്ട് കാരാഗൃഹ പ്രമാണി. അപ്പോൾ ഫിലിപ്പിയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തുറക്കപ്പെട്ട ദൈവവചനം, പരിശുദ്ധാത്മശക്തിയിൽ നിറയപ്പെട്ട ജീവിത സാക്ഷ്യത്താൽ സഭയുടെ അംഗമായി തീർന്ന കാരാഗൃഹ പ്രമാണി. ദൈവജനമേ, ഫിലിപ്പിയ സഭ രൂപപ്പെട്ടത് ദൈവവചനത്താൽ ലുദിയ, പരിശുദ്ധാത്മശക്തിയാൽ വെളിച്ചപ്പാടത്തി, ജീവിത സാക്ഷ്യത്താൽ കാരാഗൃഹ പ്രമാണി. വർഷങ്ങൾക്ക് മുമ്പ് വടമാതൂർ അപ്പോസ്തലിക് സെമിനാരിയിലെ വിദ്യാർത്ഥികളും അധ്യാപകനും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു സാങ്കല്പിക ചോദ്യം എന്നോട് ചോദിച്ചു. ചോദ്യം ഇതാണ്: ഒരു പുനർജന്മം താങ്കൾക്ക് തരികയാണെങ്കിൽ, സാങ്കല്പിക ചോദ്യമാണ് കേട്ടോ, തരികയാണെങ്കിൽ താങ്കൾ ഏത് സഭ സ്വീകരിക്കും? രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞു, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അംഗമാകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടം കൊണ്ട് ചോദ്യം അവസാനിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. വിട്ടില്ലേ അച്ഛൻ? ചോദിച്ചു, എന്തുകൊണ്ട്? വൈ? പരിശുദ്ധാത്മാവ് എനിക്ക് ഉത്തരം തന്നു. ഒന്ന്, എല്ലാം നഷ്ടപ്പെട്ട സഭ, മലങ്കരയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സഭയില്ല ഇതുപോലെ. എല്ലാം നഷ്ടപ്പെട്ട സഭയ്ക്ക് കൈമുതൽ എന്ന് പറയുന്നത് തുറന്ന വേദപുസ്തകമായിരുന്നു. തുറന്ന വേദപുസ്തകം കൈമുതലായിരുന്ന ഒരു സഭയിൽ അംഗമായിരിക്കുവാൻ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു പോയ സഭ, പിതാക്കന്മാർ എൻ്റെ നാട്ടിൽ ഒരു മാളികയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അഗ്നിപോലെ പെയ്തിറങ്ങി. പരിശുദ്ധാത്മശക്തി ഇത്രമാത്രം അത് അനുഭവിച്ച ഒരു സഭ മലങ്കരയിലില്ല. ആ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഞാൻ പറഞ്ഞു,
മാത്രമല്ല, മാർത്തോമാക്കാരായിട്ടുള്ള അൽമായരുണ്ട്. അതിൽ വളരെ സുപരിചിതമായ ഒരാളായിരുന്നു, ആളാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന അൽമായ ഒരു സാധാരണക്കാരൻ, കരിമ്പിൽ ചെറിയാച്ചൻ. അദ്ദേഹം ശർക്കര കച്ചവടം നടത്തിയെന്നാണ് കേൾവി, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ശർക്കര തൂക്കി വിൽപ്പനയ്ക്കായി ചങ്ങനാശ്ശേരിയിൽ ആലപ്പുഴ ചെന്നാൽ രണ്ടാമതൊന്ന് അവിടെയുള്ള കച്ചവടക്കാർ തൂക്കത്തില്ല. കാരണം അത്രമാത്രം പറ വിശുദ്ധ ജീവിതം നയിച്ച അൽമായക്കാര നിറയപ്പെട്ട സഭയായിരുന്നു ഈ സഭ. ദൈവമക്കളെ, മാർത്തോമ സഭ, തുറന്ന വേദപുസ്തകം കൈമുതലായുള്ള സഭ, പരിശുദ്ധാത്മശക്തി അനുഭവിച്ച സഭ, ജീവിത സാക്ഷ്യമുള്ള അൽമായക്കാരൻ നിറയപ്പെട്ട സഭ. ഫിലിപ്പ്യ സഭയും ഇത് തന്നെയാണ്. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ശുശ്രൂഷാഫലമായി രൂപപ്പെട്ട ഒരു സഭ. രണ്ടാം മിഷണറി യാത്രയിൽ ഫിലിപ്പ്യ സഭ ദൈവവചനത്താൽ ലുദിയ, പരിശുദ്ധാത്മശക്തിയാൽ അശുദ്ധാത്മാവിൽ സൗഖ്യം പ്രാപിച്ച വെളിച്ചപ്പാടത്തി, അടിയുടെയും ഇടിയുടെയും മുമ്പിൽ ദൈവബന്ധത്തിന് അന്യപ്പെട്ടു പോകാതെ ജീവിത സാക്ഷ്യം പുലർത്തിയ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിത സാക്ഷ്യം കണ്ടുകൊണ്ട് ജീവിത സാക്ഷ്യത്താൽ സഭയുടെ അംഗമായി തീർന്ന കരപ്രമാണി. അങ്ങനെ ഒരു സഭ രൂപപ്പെടുകയാണ്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. പൗലോസിന് ആസയിൽ പോയി ദൈവവചനം പ്രസംഗിക്കണമെന്നൊരു ആഗ്രഹം. എവിടെ പോകണം? ആസയ്ക്ക് പോകണം. പരിശുദ്ധാത്മ പറഞ്ഞു, മോനെ, നീ തൽക്കാലം എങ്ങോട്ട് പോകണ്ട, ആസയ്ക്ക് പോകണ്ട. അപ്പോൾ ഉള്ളിലൊരു പൊടി മോഹം, എന്നാൽ ബിഥുന്നയ്ക്ക് പോകാം. ആത്മാവ് പറഞ്ഞു, നീ ബിഥുന്നയ്ക്കും വായിച്ചിട്ടില്ലേ, ബിഥുന്നയ്ക്കും പോകണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ത്രോവാസിൽ വെച്ച് ഒരു രാത്രിയിൽ ഈ പൗലോസ് ഒരു ദർശനം കണ്ടു. മക്കദോന്യക്കാരനായ പുരുഷൻ ഒന്ന് പറയുന്നു, പൗലോസേ, നിങ്ങൾ വന്ന് ഞങ്ങളെ ഒന്ന് പറ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇത് ദൈവത്തിൻ്റെ വിളിയും നിയോഗവും എന്ന് മനസ്സിലാക്കി പൗലോസും ശീലാസും കൂടെ മക്കദോന്യയ്ക്ക് പോകുകയാണ്. എവിടെ പോകുക? മക്കദോന്യയ്ക്ക് പോകുകയാണ്. മക്കദോന്യയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഫിലിപ്പിയ നഗരം. വളരെയധികം റോമാക്കാർ കുടിയേറി പാർത്തതായ ഒരിടമാണ്. അങ്ങനെ ഒരു സബത്ത് നാളിൽ ഒരു പുഴവക്കത്ത് ഇങ്ങനെ നടക്കുകയാണ് പൗലോസും ശീലാസും. അപ്പോൾ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയൊരു കൂട്ടം കണ്ടു. അവിടെ പതുക്കെ ഒന്ന് ചാരി നിന്നു. ആര്? അവരോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചു. അങ്ങനെ ദൈവവചനം ശുശ്രൂഷിച്ച് നാം നേരത്തെ കേട്ടു, സ്നാനപ്പെട്ട് സഭയുടെ അംഗമായി തീർന്നവളായിരുന്നു ആര്? ലുദിയ. അവളുടെ ജോലി എന്താണ്? രക്താംബരം വിൽക്കുകയാണ്. രക്താംബരത്തിനെ ഒന്ന് വർണ്ണിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വിലപിടിപ്പുള്ള ഒരു വസ്ത്രശേഖരമാണ് എന്ത്? അപ്പോൾ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആര്? ലുദിയ. ഉന്നത ശ്രേണിയിൽപ്പെട്ടവൾ. അതും പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സമൂഹത്തിൻ്റെ
ഹയർ സ്റ്റാറ്റയിൽ, ഉന്നത ശ്രേണിയിൽപ്പെട്ടയാൾ. അവൾ ദൈവഭക്തിയായിരുന്നു. അവൾ വചനം കേട്ടു, അവൾ വിശ്വാസത്തിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ്, ഡേയ്സ് ഒന്നും എണ്ണിട്ടില്ല, അങ്ങനെ വീണ്ടും എവിടെങ്കിലും ഒരു പള്ളിയുണ്ടോ എന്ന് കരുതി നടന്ന് ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുകയാണ്. ആര്? പൗലോസും ശീലാസും. അപ്പോൾ വെളിച്ചപ്പാട് തീ എന്നൊരു സ്ത്രീ, അവളുടെ ജോലി ലക്ഷണം പറയുന്നവരാണ്. മാരാമണ്ണുകാർക്ക് 2 വാക്കും പരിചയമുള്ളതാണ്, വെളിച്ചപ്പാടും പറ, അറിയത്തില്ലേ? ലക്ഷണം പറയുന്നവരും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കൈനോട്ടക്കാർ അല്ലേ? 2 പേർക്ക് അറിയാം. അങ്ങനെ വെളിച്ചപ്പാടയും ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ, അവൾ ഉന്നത ശ്രേണിയിൽപ്പെട്ടയാളല്ല, ആണോ? പിന്നെ ഏറ്റവും താഴേക്കടയിൽപ്പെട്ട ഒരു സ്ത്രീ. പക്ഷേ വേദപുസ്തകത്തിൽ ഇത്ര നല്ലൊരു സ്വാഗത പ്രസംഗം നടത്തിയ ആൾ വേറെ ഇല്ല. അടിപൊളി സ്വാഗതമാണ് പൗലോസിനും ശീലാസിനും ആര് കൊടുത്തത്? വെളിച്ചപ്പാടത്ത്. എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് എന്ത് കേൾക്കുന്നത്, ഈ സ്വാഗത പ്രസംഗം കേൾക്കാൻ, എന്നെക്കുറിച്ചൊക്കെ പറയുന്നത്. ഞാൻ എന്തായാലും പറ, എന്തോ ഇന്ന് സാംസലസും പറഞ്ഞ്, എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അടിപൊളി ഒരു വെൽക്കം, സ്വാഗതം ഈ വെളിച്ചപ്പാടത്ത് കൊടുക്കുകയാണ്. എന്താ പറയുന്നറിയോ? എന്താ പറയാ, ഇവരുണ്ടല്ലോ, ഈ പൗലോസും ശീലാസും അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. നിസ്സാരന്മാരല്ല, പിന്നെ ആരാ? വലിയവനായ ദൈവത്തിന്റെ ദാസന്മാർ. തീർന്നില്ല, രക്ഷാമാർഗം, രക്ഷപ്പെട വഴി വിളിച്ചു പറയുന്ന ഇവർ വലിയവരാണ്, ദൈവദാസന്മാരാണ്. അടിപൊളി ഒരു സ്വാഗതം. എന്തോ വിളിച്ചു പറഞ്ഞത്? പൗലോസും ശീലാസും ആരാ? ദൈവദാസന്മാരാണ്. ഇവരെന്തുവാ? രക്ഷയുടെ മാർഗം വിളിച്ചു പറയുന്നവരാണ്. ഇതിപ്പോൾ ഒരു സാക്ഷ്യം വേണം, ഒരു സ്വാഗത പ്രസംഗം വേണം. ആരാ പറഞ്ഞത്? വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നും അല്ലാണോ? പിന്നെ സാധാരണയായ ഒരു സ്ത്രീ ഒരു വട്ടം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു അല്ലേ? പുറകെ നടന്ന് ഇതങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തള്ളങ്ങോട്ട്, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ എന്ത്? തള്ള കേട്ടിട്ടില്ലേ? പിള്ളേരെങ്ങനെ പറയുന്നത്? തള്ളങ്ങോട്ട് കൂടിയപ്പോൾ പൗലോസിന് മനസ്സിലായി, എവിടെ ഒരു സ്ക്രൂ അഴിഞ്ഞ് കിടപ്പുണ്ട്. എന്തുകൊണ്ട്? അവന് ചിരി വന്നു. എന്തോ അയച്ചത് പോലെ ചിരിച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്തോ അയഞ്ഞ് ഒരു സ്ക്രൂ, അല്ലെങ്കിൽ പറയും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെ പുറകെ നടന്നത് പറയാമോ? ഒന്ന് കേട്ടാൽ മനസ്സിലാകാം. ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി, എവിടെയോ ഒരു വന്തുകേട്. പൗലോസ് തിരിഞ്ഞു നിന്ന് അവളിലുള്ള ബോധത്തെ പുറത്താക്കി. അവൾ സുബോധമുള്ളവനായി മാനസാന്തരപ്പെട്ട് സഭയുടെ അംഗമായി തീരുകയാണ്. അപ്പോൾ ഇവൾക്ക് രോഗസൗഖ്യം ലഭിച്ചു. എന്തോ ലഭിച്ചു? പക്ഷെ ഈ രോഗസൗഖ്യം ഇവക്ക് ലഭിച്ചപ്പോൾ ഇവളെ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കിയതായ ചില ആൾക്കാരുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മീഷൻ അടിക്കുന്നവർ. എന്തോ അത് ആരാമോൾ അറിയാമോ? എന്തോ കമ്മീഷൻ അറിയാം, എനിക്ക് മനസ്സിലായി. അവർക്ക് ഇവളുടെ സൗഖ്യം അത്ര സുഖിച്ചില്ല. കാരണം ഇവളുടെ ലാഭം പോകും. അവർക്കങ്ങ് കലിപ്പായി. എന്തുവാ?
ഇനി ചെറുപ്പക്കാരൊക്കെ ഇടപെടുന്നുണ്ടായി. ഈ വാക്ക് വരെ തള്ള്, കലിപ്പ്. അവർക്ക് കലിപ്പായി. ആരോട്? പൗലോസ് ശീലാസോടെ കലിപ്പ് തോന്നി. ശ്രദ്ധിച്ചോളേ, പൗലോസിന് അലിവ് തോന്നിയിടത്ത് യജമാനന്മാർക്ക് കയ്പല്ല, കലിപ്പ്. പിള്ളേരോട് വീട്ടിൽ ചെന്ന് കൊച്ചോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അപ്പോൾ പൗലോസിന് അലിവ് തോന്നിയിടത്ത് യജമാനന്മാർക്ക് ലാഭം നഷ്ടപ്പെട്ടപ്പോൾ പൗലോസിനോട് കലിപ്പ് തോന്നി. കലിപ്പ് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇവന്മാരെന്താ ചെയ്തറിയാ? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങ്, നമുക്കങ്ങനെയാണല്ലോ, ഒന്നും ചെയ്തില്ലെങ്കിലും, ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും എന്തെങ്കിലും രണ്ട് വൃത്തികേടെന്ന് പറയാൻ ശ്രമിക്കും. ഇവർ പറയാണ്, ഇവര് കലക്കുന്നവനാണ്. ആര്? പൗലോസും. ഇവർ നമുക്ക് വിശ്വസിക്കാൻ ഒക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണ്. ചുരുക്കത്തിൽ അപവാദ പ്രചരണം നടത്തി. ആർക്കെതിരെ? പൗലോസിനും ശീലാസിനുമെതിരെ. മനസ്സിലാകുന്നുണ്ടോ? എന്താ പറഞ്ഞു പറ്റിച്ചു? നോണ. എന്തുവാ? അറിയാതെ ഇല്ലാത്ത കാര്യങ്ങൾ, അവാസ്തവമായ കാര്യങ്ങൾ ഈ ഭക്തരായിട്ടുള്ള ഈ പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും തൽഫലമായി ഇവരെ ചന്തസ്ഥലത്ത് വലിച്ചു കൊണ്ടുപോയി. ഇവരെ തുണി ഉരിഞ്ഞു, ഇവരെ നന്നായി ഉപദ്രവിച്ചു, മർദ്ദിച്ചു, മുറിവേൽപ്പിച്ചു, കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലാക്കി. ഇതാണ് വായിച്ചതായ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. പിടികിട്ടിയ? മനസ്സിലായോ? ആയില്ലെന്ന് പറയല്ലേ കേട്ടോ. ഇതാണ് വായിച്ചതായ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. മുറിവേറ്റ്, പീഡിപ്പിക്കപ്പെട്ട്, തടവിലാക്കപ്പെട്ടു. ആര്? പൗലോസും ശീലാസും. ഈ വേദഭാഗത്ത് നിന്ന് എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വേഗം പറഞ്ഞു പോകും. ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെക്കും. ആദ്യ നിമിത്തം പൗലോസും ശീലാസും പീഡിപ്പിക്കപ്പെട്ടു. അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. അവർ മുറിക്കപ്പെടുകയാണ്, മുറിവേൽപ്പിക്കപ്പെടുകയാണ്. അല്ലേ? അല്ലേ? എനിക്ക് വേണ്ടി 34-ാമത്തെ അവസാനത്തെ വാക്യത്തിൻ്റെ അവസാന സെന്റൻസ് മാത്രം വായിക്കണം. അവസാന വാക്യം 34. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. തുടക്കത്തിൽ നാം കാണുന്നത് മുറിവുകളാണ്, വേദനകളാണ്. അല്ലേ? അല്ലേ? അവസാനം നാം കാണുന്നത് വേദന എന്തായി മാറി? പറ. വേദന ആനന്ദമായി മാറുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ മുറിവുകളുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ വേദനകളുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ നൊമ്പരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മുറിവുകളുണ്ട്. എന്നാൽ നിന്റെ മുറിവുകളെ ആനന്ദമാക്കി മാറ്റുന്ന ദൈവമുണ്ട്. നമ്മുടെ മുറിവുകളെ ആനന്ദമാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്.
ഇത് പറയാനാ 5:45 സക്കറിയാച്ചൻ വന്നത് ഇവിടെ. ഏത് പറയാനാണ്? മുറിവുകളുണ്ട്, പക്ഷേ ഏത് മുറിവിനെയും പറ ആനന്ദമാക്കുവാൻ കഴിയും. ദൈവത്തിന് കഴിയും. സംഭവം തുടങ്ങുമ്പോൾ പീഡനമാണെങ്കിൽ സംഭവം അവസാനിക്കുമ്പോൾ ഒരു വീടടക്കം ഒരു വീടടക്കം ആനന്ദിക്കുകയാണ്. ശ്രദ്ധിക്കണം പറയുന്നത്. ഇനിയും പറയുന്നത് മറക്കല്ലേ. ക്രിസ്തീയ ജീവിതത്തിൽ മുറിവുകളുണ്ട്, എന്നാൽ മുറിപ്പാടേറ്റവൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയാം, സങ്കടത്തോടെ പറയാം, വിശ്വാസ ജീവിതത്തിൽ മുറിവുകളുണ്ട്, എന്നാൽ മുറിപ്പാടേറ്റവൻ കൂടെയുണ്ട്. അടികളുണ്ട്, അടിപ്പിണരാൽ സൗഖ്യം നൽകുന്നവൻ കൂടെയുണ്ട്. അടികളുണ്ട് വിശ്വാസ ജീവിതത്തിൽ, എന്നാൽ അടിപ്പിണരാൽ സൗഖ്യം തരുന്നവൻ കൂടെയുണ്ട്. ദൈവമക്കളെ, മുറിവുകൾ ആനന്ദമായി മാറുന്ന ദിവസമുണ്ട് കേട്ടാ. ഇപ്പോൾ മുറിവുകളുണ്ടച്ചാ, എന്നാൽ താമസിക്കാതെ നിന്റെ മുറിവിനെ പറഞ്ഞു ആനന്ദമാക്കി മാറ്റുന്ന ഒരു സുദിനമുണ്ട്. വിശ്വാസത്തോടെ ഞാൻ ഈ ചക്രക്കസേര ഇവിടുന്ന് അവിടെ മരുവിട്ടുമ്പോൾ ഞാൻ മനസ്സിൽ പറയും, മോനെ, എടാ, മുറിവുകളുണ്ടടാ ജീവിതത്തിൽ, എന്നാൽ താമസിക്കാതെ നിന്റെ മുറിവിനെ ആനന്ദമാക്കി മാറുന്ന ഒരു ദിനമുണ്ട്, ആനന്ദമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മുറിവുകളേറ്റാരെങ്കിലും തിരിപ്പുണ്ടെങ്കിൽ ജീവിതാനുഭവത്തിൽ വിളിച്ചു പറയട്ടെ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പാടി. എന്താ പാടിയത്? ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടും ഞാൻ. ആരാ മുറിവേറ്റത്? പൗലോസും. ആരാ ആനന്ദിച്ചത്? അപ്പോൾ ശ്രദ്ധിച്ചാണ് പറയുന്നത്. മുറിവേറ്റതാരാ? പൗലോസും സീലാസും. ആനന്ദിച്ചതാരാ? അപ്പോഴാണെങ്കിൽ എന്താ? നമ്മുടെ മുറിവുകൾ മറ്റുള്ളവർക്ക് ആനന്ദമായി തീരുന്നു എങ്കിൽ ദൈവം ഇതിലെ ഒരു മുറിവും നഷ്ടക്കച്ചവടമല്ല, ഒരു കഷ്ടതയും നഷ്ടമല്ല. നിന്റെ മുറിവുകൾ, നിന്റെ നൊമ്പരങ്ങൾ, നിന്റെ കഷ്ടതകൾ അനേകർക്ക് അനുഗ്രഹത്തിന് വിഷയമായി തീരുന്നെങ്കിൽ ഒരു കഷ്ടതയും നഷ്ടം പിടിയിട്ടല്ല. രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു. കൊച്ചു കാര്യം. ഒന്ന്, മുറിവുകൾ ഉണ്ട്, മനസ്സിലായല്ലോ. മുറിവേറ്റവൻ കൂടെയുണ്ട്. നമുക്കേൽക്കുന്ന മുറിവുകൾ, നമ്മുടെ കഷ്ടതകൾ അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നെങ്കിൽ ഒരു കഷ്ടതയും നഷ്ടം അല്ല. രണ്ട്, ദൈവമക്കളെ, പൗലോസും ശീലാസും എവിടെ പോകാൻ ആഗ്രഹിച്ചത്? ആസിക്ക് പോകാൻ. പിന്നെ എവിടെ പോകാൻ ആഗ്രഹിച്ചു? ബിഥുന്യയ്ക്ക് പോകാൻ. പക്ഷേ ദൈവഹിതപ്രകാരവും ദൈവനിയോഗപ്രകാരവുമാണ് എവിടെ എത്തിയത്? ഫിലിപ്പിയിലെത്തിയത്. ദൈവമക്കളുടെ രണ്ടാമത്തെ കാര്യം, ദൈവഹിതപ്രകാരവും ദൈവനിയോഗപ്രകാരവും ജീവിക്കുമ്പോഴും എല്ലാം സുന്ദരമാകണമെന്ന് ഇല്ല.
ദൈവമക്കളുടെ ജീവിതത്തിലും ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവന്റെ ജീവിതത്തിലും ബന്ധനങ്ങളും കഷ്ടതകളും നൊമ്പരങ്ങളും ഉണ്ടാകും. ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൊമ്പരങ്ങളൊക്കെ വരുമ്പോൾ ചോദിച്ചിട്ടില്ലേ, തമ്പുരാനെ, വൈ ഇറ്റ് ഹാപ്പൻ ടു മീ? ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. വൈ ഇറ്റ് ഹാപ്പൻ ടു മീ? ദൈവമക്കളെ, എനിക്ക് അടുത്ത വർഷം 65 വയസ്സ് പൂർത്തീകരിക്കും. അടുത്ത വർഷം ഇനി 5-6 മാസം കൂടെ ഉണ്ട് സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷ ഇടങ്ങളിൽ. എൻ്റെ നല്ല പ്രായത്തിൽ, എൻ്റെ 43-ാമത്തെ വയസ്സിലാണ് ഓടി നടന്ന് എന്നെ പിടിച്ച് ഇതിലിരുത്തിയത്. റാന്നി നസ്രത്ത് പള്ളിയിലാണ് ജോർജ് പ്രാച്ചി ഇരുന്നത്. 1998 മുതൽ 2001 വരെ ഞാൻ ആ പള്ളി ശുശ്രൂഷ ചെയ്ത ആളാണ്. എനിക്കന്ന് വാഹനമൊന്നുമില്ല, ഓടുകയാണ് ഞാൻ. അങ്ങനെ ഓടി നടന്നൊരു മനുഷ്യനാണ് ഞാൻ. ആ മനുഷ്യനെ പിടിച്ച് തമ്പുരാൻ ഈ കസേരയിരുത്തിയപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഞാൻ തന്നെ ചോദിച്ചു, why it happened to സക്കറിയാച്ചൻ? എന്തുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് ഭംഗം സംഭവിക്കുന്നു? എനിക്കെന്താ ദൈവമേ ഇങ്ങനെ? ദൈവഹിത പ്രകാരവും ദൈവ ഇഷ്ടപ്രകാരവും ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ, കഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്, വൈ? നന്മയുടെ മേൽ തിന്മ ജയമെടുക്കുമ്പോൾ, ജീവിതത്തിലെ ചില അർത്ഥരാത്രികളിൽ, ദൈവമേ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ എവിടാ ദൈവമേ? ചോദിച്ചിട്ടില്ലേ, വേർ യു ഗോഡ് വെൻ ഐ നീഡ് യു മോസ്റ്റ്? എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തമ്പുരാനെ പറ. ഇങ്ങനെ ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് പോകാം കേട്ടോ, എനിക്കൊന്ന് കാണണവരെ. എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ എവിടെയാ? ഞാൻ ചില ഉത്തരം തരാം. എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചാണ് ഉത്തരം തരുന്നത്. ഒന്ന്, ഞാൻ നിശ്ചയമായും കർത്താവിൻ്റെ അടുത്ത് പോകും. എവിടെ പോകും? അവിടെ ചെല്ലുമ്പോൾ ഞാൻ കർത്താവിനെ കാണും. ആരെ കാണും? സ്വന്തം കണ്ടുകൊണ്ട് കാണും. കുറെ നേരം ഒന്നും മിണ്ടത്തില്ല, ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. ആരെ? കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ചോദ്യം ചോദിക്കാൻ തമ്പുരാൻ അവസരം തരികയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും. ഏതാ? എൻ്റെ ശുശ്രൂഷയുടെ ഇടത്ത് വെച്ച് എന്തുകൊണ്ട് അപ്പാ എന്നെ ഈ കസേരയിലിരുത്തി? അപ്പോൾ തമ്പുരാൻ എനിക്ക് തൃപ്തികരമായ ഉത്തരം തരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇവിടെ കിട്ടത്തില്ല. എവിടെ ഉള്ളൂ? പറ. അപ്പൻ്റെ അടുത്തൊരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിനായി ഞാൻ നോക്കി പാർക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇവിടെ. പറ. ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആൻസർ എവിടെ ഉള്ളൂ? സ്വർഗത്തിലെ അപ്പൻ്റെ അടുത്തേ ഉള്ളൂ. രണ്ടാമത് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഒരു ബെഡ്റൂമുണ്ട്, അറിയാമല്ലോ. ബെഡ്റൂമിലൊരു ടീപ്പോയുണ്ട്. ടീപ്പോയിലൊരു ചെറിയ കുരിശുണ്ട്. മനസ്സിലായോ? എനിക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ സപ്പസിറ്റർ വെക്കണം. സപ്പസിറ്റർ വെച്ചാൽ ഇടതുവശം ചരിഞ്ഞ് വേണം കിടക്കാൻ. അതാ നിയമം. നേഴ്സുമാർക്കൊക്കെ അറിയാം. ഫിംഗർ ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാൻ. അത്ര ഞാൻ പറയത്തുള്ളൂ.
ചില സമയത്ത് മണിക്കൂറുകൾ എടുക്കും ഇതൊന്ന് ക്ലിയറായി വരാൻ. ചിലപ്പോൾ ഉള്ളിപ്പടയും എൻ്റെ. ഞാനപ്പോൾ ചെയ്യുന്നത്, ഞാൻ ആ ക്രൂസിലേക്ക് നോക്കും. Look at the cross when you are in crisis. ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, look at the cross. ക്രൂസിലേക്ക് നോക്കുക. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ സങ്കടങ്ങളെ കർത്താവിന്റെ സങ്കടങ്ങളുമായി ചേർത്തൊന്ന് വായിക്കണം. ഞാൻ പുസ്തകമൊക്കെ വായിക്കും. ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചതെന്നോ ആരാ പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എൻ്റെ ഡയറി കുറിച്ചിട്ടുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ച മനുഷ്യൻ്റെ വാക്ക്. ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി. എൻ്റെ വാക്കല്ല കേട്ടോ, ഇൻവെർട്ടർ കോമായ. ആ ദർശനത്തിൽ ഞാൻ കർത്താവിൻ്റെ മുറിവുകളെ കണ്ടു, അതിൻ്റെ ആഴം കണ്ടു. പിന്നീട് എൻ്റെ മുറിവുകൾ എന്നെ കരയിച്ചിട്ടില്ല. ഞാൻ ഉമ്മ വെച്ച ആ വാക്യത്തിൽ എൻ്റെ ദർശനത്തിൽ കർത്താവിൻ്റെ മുറിവിനെ കണ്ടു, അതിൻ്റെ ആഴം കണ്ടു. പിന്നീട് എൻ്റെ മുറിവുകൾ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ദുഃഖവും സങ്കടവും സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ, look at the cross. ക്രൂസിനൊപ്പം ക്രൂസിനെ കാണാൻ കഴിയും. ഈ കൃപയ്ക്ക് ഒത്തിരി അർത്ഥം നിങ്ങൾ ഇടും അല്ലേ? എന്നാൽ പാവപ്പെട്ട ഞാനൊരു അനുഭവത്തിൽ നിന്നൊരു കൊച്ചു നിർവചനം തരാം. ക്രൂസിനൊപ്പം ജീവിത പ്രശ്നങ്ങളിൽ ക്രൂശിതനെ കാണുന്നതാണ് കൃപ. മനസ്സിലായോ? ക്രൂസിനോടൊപ്പം ക്രൂസിന്മേൽ ജയിച്ച കർത്താവിനെ കാണുന്നതും അവനെ കെട്ടിപ്പിടിക്കുന്നതിന് പേരാണ് കൃപ. ഉത്തരം എവിടെയുള്ളൂ? അപ്പൻ്റെ അടുത്തേ ഉള്ളൂ. അവിടെ ഉണ്ട് ഉത്തരം കേട്ടോ. വെയിറ്റ് ഫോർ ദാറ്റ്. 2, സങ്കടം സഹിക്കാൻ പേര് എങ്ങോട്ട് നോക്കിയേക്കണം? ക്രൂസ് നോക്കിയാൽ അവിടെ ഉണ്ട്, എന്തുണ്ട്? ഉത്തരമുണ്ട്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നം ഇല്ലാത്തവരെ നോക്കും. പ്രശ്നം നമ്മളെക്കാൾ കുറഞ്ഞവരെ നോക്കും. പ്രശ്നം നമ്മളെക്കാൾ കൂടുതലുള്ളവരെ നോക്കും. പലപ്പോഴും ആരെ നോക്കത്തില്ല? ക്രൂസിനെ നോക്കിയില്ല. ഞാൻ വിവരിക്കാൻ ഒത്തിരി ഉണ്ട്, അത് പോലെയാണ്. അപ്പോൾ മനസ്സിലായാൻ പറയുന്നത്? അപ്പോൾ ചില ചോദിക്കും, where you God when I need you most? എനിക്ക് ഏറ്റവും ആവശ്യ സമയത്ത് നീ എവിടാ ദൈവമേ? കേട്ടില്ലേ? ഉണ്ടോ? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അതും എനിക്ക് 3 മക്കളാണ്, അറിയാമല്ലോ. 2 പെണ്ണും 1 ആണും. 2 പെൺകുഞ്ഞുങ്ങൾക്ക് ശേഷം എനിക്കൊരു മോനെ തമ്പുരാൻ ദാനം നൽകി. ഞാൻ നെയ്യാറ്റിങ്കര മിഷൻ ഫീൽഡിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ജോർജ് മാത്യുവിന് ശേഷം ഈ 2 അച്ഛന്മാരോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ഞാൻ ഇരുന്ന ഇടങ്ങളിൽ അവരിരുന്നിട്ടുണ്ട്, അവരിരുന്നെങ്കിൽ ഞാനും ഇരുന്നിട്ടുണ്ട്. അവിടെ ചെറിയ മോനെ ദാനം തന്നു. ജനിച്ചു കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവനൊരു കാര്യമായ രോഗിയാണ്. അന്നത്തെ എൻ്റെ സാമ്പത്തികമനുസരിച്ച് കേരളത്തിലുള്ള എല്ലാ ആശുപത്രിയിലും അവനെ ചികിത്സിച്ചു. അവസാനം എല്ലാ ഡോക്ടേഴ്സും അവനെ തള്ളി. കോട്ടയത്തുള്ള പിള്ളേരുടെ ആശുപത്രിയിൽ അവനെ കൊണ്ടാക്കുകയാണ്. റൂമൊന്നും കിട്ടിയില്ല. ഒരു വാർഡിൽ ഒരു കട്ടിലെ മറ്റ് 2 കുഞ്ഞുങ്ങളുടെ കൂടെ എൻ്റെ കുഞ്ഞിനെ കിടത്തി. അവൻ അതിവേദന കൊണ്ട് കരയും ഈ കുഞ്ഞ്. അപ്പം ഞാനത് വടശ്ശേരിക്കര കർമ്മേൽ പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ കുഞ്ഞ് കരയുമ്പോൾ ഞാനോ എൻ്റെ സഹധർമ്മിണിയോ കട്ടിലേക്ക് കയറിയിരിക്കും. ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ, സിറ്റിംഗ് സ്പേസേ ഉള്ളൂ. അതിന് ഈ കുഞ്ഞിനെ മടി വെച്ചിങ്ങനെ ആട്ടും. കുഞ്ഞുങ്ങളെ മടി വെച്ച് ആട്ടിയിട്ടില്ലേ?
ഇല്ലേ? ആട്ടുന്ന സുഖത്തിൽ അവൻ ഉറങ്ങും. ഉറങ്ങുന്ന ഉടനെ ഇവനെ കട്ടിലേക്ക് കിടത്തും. ഏതാനും മണിക്കൂറുകൾ, ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ കുഞ്ഞ് വീണ്ടും അസ്വസ്ഥനായി കരയും. ഇനി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ്. ഞാൻ ഈ കട്ടിലെ കയറി അങ്ങ് ഇരിക്കും. ഇരുന്നിട്ട് എൻ്റെ കുഞ്ഞിനെ മടി വെച്ച നാട്ടും. പല രാത്രി ഉറങ്ങിയിട്ടില്ല. ഒരു കണ്ണിമ വെട്ടാതെ എൻ്റെ കുഞ്ഞിനെ മടി വെച്ച നാട്ടി അവനെ ഉറക്കും. എന്ത് പറയാനാ പറഞ്ഞെന്നറിയാവോ? എൻ്റെ കുഞ്ഞ് അസ്വസ്ഥമായപ്പോൾ അവൻ കട്ടിലല്ല കിടന്നത്. പിന്നെ അവൻ കിടന്നത് എവിടാ? ആരുടെ മടിയിൽ? അവൻ്റെ അപ്പൻ്റെ മടിയിൽ. പ്രിയ ദൈവമക്കളെ, ഒരപ്പൻ മകനെ മടിയിൽ വെച്ചുറക്കിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നൊമ്പരങ്ങൾ കലുഷിതമാകുമ്പോൾ നീ അപ്പൻ്റെ മടിയിലാണ് തിരിച്ചറിയണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. ദൈവം നിയോഗിച്ചയക്കുന്ന വഴികളിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും. എന്തുകൊണ്ട് കഷ്ടത? ഉത്തരം അവൻ്റെ അടുത്തേ ഉള്ളൂ. ലുക്ക് അറ്റ് ദി ക്രോസ്. വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നീ തനിച്ചല്ല. നിന്നോടൊപ്പം നിന്റെ കഷ്ടതയിൽ ആര് കൂടെ ഉണ്ട്? തമ്പുരാൻ കൂടെയുണ്ട്. സഹിക്കുന്നവനോടൊപ്പം ദൈവമുണ്ടെന്നുള്ളതാണ് സഹനകാലങ്ങളിലെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. സഹിക്കുന്നതിനോടൊപ്പം സഹനവേളയിൽ കർത്താവുണ്ടെന്നുള്ള ഉറപ്പാണ് ഒരു ദൈവവേദനെ പിടിച്ചു നിർത്തുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ് അവിടെ അവസാനിപ്പിക്കും. ദൈവം അറിയാതെയും അവൻ അനുവദിക്കാതെയും ഒന്നും ജീവിതത്തിൽ പറ. ദൈവം അറിയാതെയും അവൻ അനുവദിക്കാതെയും അവൻ്റെ പദ്ധതിയിൽപ്പെടാത്ത ഒരു സംഗതിയും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവത്തിൽ നിന്ന്. മൂന്നാമതായി, ഈ സംഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കഥാപാത്രമാണ് പൗലോസും ശീലാസും. ഞാനൊരു ഹോംവർക്ക് തരികയാണ്. ശീലാസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ അധികം സൂചനയൊന്നും ഇല്ല. കണ്ടുപിടിക്കണം കേട്ടോ, ഒരു ഹോംവർക്കാണ്. രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസിനോടൊപ്പം യാത്ര ചെയ്തവനായിരുന്നു ആര്? ശീലാസ്. അത് അധികം പരാമർശം ശീലാസിനെ കുറിച്ച് തിരുവചനത്തിലില്ല. ഒരു ഹോംവർക്കിന് വിടുകയാണ്. അപ്പോൾ പൗലോസും ശീലാസുമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഈ രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാം. ആരെയാ? പൗലോസിനെയും ഈ വേദഭാഗത്ത് നിന്ന് 16-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് പൗലോസിനും ശീലാസിനെയും ഇത് പരിചയപ്പെടുത്താൻ പോവാം. ഒന്ന്, വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരുന്നു ആര്? പൗലോസും. അല്ലേ? തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടല്ലേ അടിയേറ്റത്, വസ്ത്രമുരിയേണ്ടി വന്നത്, കാരാഗൃഹത്തിലാക്കേണ്ടി വന്നത്. അവർ പറഞ്ഞു ഇവർ കലക്കമുണ്ടാക്കുന്നവരാണ്, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഉപദേശം പ്രസംഗിക്കുന്നവരാണ്. ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് ആര്? പൗലോസും ശീലാസും. ഈ മറ്റുള്ളവരാൽ സത്യത്തിൻ്റെ അംശം പോലും ഇല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് വേദന ഉണ്ടാക്കോ? ഉണ്ടാക്കിയില്ലേ? നമ്മുടെ ഒരു ചെറിയ ന്യൂസ് കിട്ടിയാൽ സത്യമാണെന്ന് പോലും നോക്കാതെ, നിജസ്ഥിതി പോലും അറിയാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്രയോ പേരുടെ കാര്യം നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്.
മിണ്ടുന്നില്ല ഒരെണ്ണം. മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുക, അതും യാതൊരു ഇല്ലാത്ത കാര്യത്താൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടുക, അത് വേദനാജനകമാണ്. പൗലോസും ശീലാസും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. 2, ഈ മുറിവേൽക്കുമ്പോൾ ഒരു ശാരീരിക വേദനയുണ്ടോ? ഇല്ലേ? ഉണ്ടോ? പക്ഷെ എനിക്കില്ല കേട്ടോ. കാര്യം സെൻസേഷൻ ഇല്ല. ഈ നെഞ്ചിന് താഴോട്ട് ഒന്നും അറിയത്തില്ല എനിക്ക്. ഇതിന് മേളിലോട്ട് വല്ലതും അറിയാം, താഴോട്ടൊന്നും അറിയത്തില്ല. കാലൊക്കെ ചിലപ്പം ഈ ചക്രക്കസ താഴെ വീണ് ഉരഞ്ഞ് ചോര പോയാൽ പോലും എനിക്കറിയത്തില്ല. കാര്യം നോവറിയത്തില്ല, നൊമ്പരം അറിയത്തില്ല. പക്ഷെ ഇവർ മുറിവേൽപ്പിക്കപ്പെട്ടവരാണ്. ആ മുറിവുണ്ടാക്കിയൊരു ശാരീരിക വേദനയുണ്ട്, ദ ഫിസിക്കൽ പെയിൻ. ഇവരിപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, അല്ലേ? അല്ലേ? കാരാഗ്രഹത്തിൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ ആമത്തിലിട്ട് പൂട്ടിയാൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയി ചോറുണ്ട് കഴിഞ്ഞിട്ട് അച്ചായനോട് അച്ചായനെ തോർത്തെടുത്ത് കാലേ കെട്ടാൻ പറയണം, കയ്യേലും കെട്ടാൻ പറയണം. അച്ചായൻ അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കണം. എങ്ങനെ ഇരിക്കും? വല്ല പ്രയാസം വരുമോ? ശാരീരിക പരിമിതി ബന്ധനമുണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. പിടികിട്ടിയ ഇല്ലേ? ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെങ്കിൽ, ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ 2 പേരില്ല നോക്കുമോ? ഇനി ഇരുത്തണ 2 പേര് വേണം. ദൈവമക്കളെ, ശാരീരിക പരിമിതി ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്. അപ്പോൾ പൗലോസും ശീലാസും ശാരീരികമായും മാനസികമായും വേദന അനുഭവിച്ചവരാണ്. ഉണ്ടോ? തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. പിന്നെ ശാരീരികമായും മാനസികമായും പറഞ്ഞു വേദന അനുഭവിച്ചവരാണ്. അടുത്തത് ശ്രദ്ധിച്ചോണ്ടിനെ പറയുന്നത്, കുറച്ച് നാളായിട്ട് ഫിലിപ്പിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. ആര്? എന്തായാലും ഇവരിൽ നിന്ന് അല്പസ്വല്പ സൗഖ്യമൊക്കെ കിട്ടിയവരവിടെയൊക്കെ കാണും, ഇല്ലയോ? ഇല്ലയോ? കാണുമോ? നമുക്ക് വിശ്വസിക്കാം, കാണും. ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് ഈ സൗഖ്യം കിട്ടിയ ഏതെങ്കിലും ഒരുത്തൻ വന്ന് ഇവരുടെ മുറിവുകളെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ. ഇതൊക്കെ നമ്മുടെ പച്ചയായ ജീവന അനുഭവങ്ങളാണ്. മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുക, ശാരീരിക മാനസിക വേദനകൾ. ഇവിടെയോ തെറ്റിദ്ധരിക്കപ്പെടുകയല്ല, മറിച്ച് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുക. എന്തുവാ? ഒറ്റപ്പെടുത്തുക, ഒറ്റപ്പെടൽ. ഒരെണ്ണം പോലും കാരാഗ്രഹത്തിൽ മുറിവ് കെട്ടാൻ വന്നില്ല, തടവുകാരായി വരെ കാണാൻ ചെന്നില്ല. ചുരുക്കത്തിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടു. ഈ തിരസ്കരണം എന്ന് പറയുന്നത്, മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കോ? ഇല്ലേ? സ്വന്തം സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ജോസഫ്, സ്വന്തം അപ്പനാൽ തിരസ്കരിക്കപ്പെട്ട ഹഗാർ, സ്വന്തം മകനാൽ തിരസ്കരിക്കപ്പെട്ട ദാവീദ്,
സ്വന്തം ഭാര്യയാൽ തിരസ്കരിക്കപ്പെട്ട യോബ് എന്തിന്? സ്വന്തം ജനത്താൽ, സ്വന്തം ശിഷ്യന്മാരാൽ തിരസ്കരിക്കപ്പെട്ട യേശു കർത്താവ്. തിരസ്കരണം അത് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഞാൻ ഈ കാലയളവിൽ അത്ര ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർ തിരസ്കരിക്കപ്പെടുക, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുക, ശാരീരിക മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുക, ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന വിഷയമാണ്. ദൈവമക്കളെ, ജീവിത പരിമിതിക്കുള്ളിലായി തീരുമ്പോൾ, മറ്റുള്ള തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ, പൗലോസ് സ്ലേഖനെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾക്കവൻ കാൽച്ചുവട്, നിങ്ങൾക്ക് പിന്തുടരുവൻ കാൽച്ചുവട് ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട കർത്താവുണ്ടെന്ന് തിരിച്ചറിയണം ദൈവമക്കളെ. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം. എൻ്റെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. തിരസ്കരിക്കപ്പെട്ടവരാണ് ആര്? പൗലോസും ശീലാസും. തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് ആര്? പൗലോസും ശീലാസും. വേദന അനുഭവിക്കുന്നവരാണ് ആര്? പൗലോസും ശീലാസും. ദൈവമക്കളെ, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയുന്നത്. പിടികിട്ടിയ ഒരു ദൈവ പൈതൽ അവനെ തിരിച്ചറിയുന്നത്, അവന്റെ വിശ്വാസത്തെ ആഴം തിരിച്ചറിയുന്നത് not in a comfort zone but in a discomfort zone. ജീവിതത്തിന്റെ സുഖത്തിലല്ല, ജീവിതത്തിൻ്റെ ദുഷ്കരമായ വേദനയിലാണ് ഒരു ദൈവവൈദ്യനെ തിരിച്ചറിയുന്നത്. നിങ്ങൾ നോക്കിക്കേ, തിരസ്കരിക്കപ്പെട്ടപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും വേദന അനുഭവിച്ചപ്പോഴും കാരാഗ്രഹത്തിൽ ഇവരെന്ത് ചെയ്തു? പാട്ടുപാടി ദൈവത്തെ പറ. അപ്പൊ ആരാ ദൈവവൈതൽ? കഷ്ടതയില്ലാത്തവനല്ല ദൈവ പൈതൽ, നൊമ്പരങ്ങളില്ലാത്തവനല്ല ദൈവ പൈതൽ. കഷ്ടതയുടെ മധ്യത്തിലും ദൈവിക ബന്ധം അറ്റുപോകാതെ ഏതനുഭവത്തിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നവരാണ് ആര്? ദൈവ പൈതൽ. ചുരുക്കം പറഞ്ഞാൽ, പുഴവക്കത്തെ ആരാധന, പ്രാർത്ഥനാസ്ഥലത്തെ ആരാധന എവിടെയും കണ്ടിന്യൂ ചെയ്തു? കാരാഗ്രഹത്തിനുള്ളിലും കണ്ടിന്യൂ ചെയ്തു. പിടികിട്ടിയ? ചുരുക്കത്തിൽ കാരാഗ്രഹത്തെ എന്താക്കി മാറ്റി? ആരാധനാലയമാക്കി മാറ്റി. നമ്മൾ ആരാധനാലയത്തെ എന്താക്കി മാറ്റും? കണ്ടോ? അത് പറഞ്ഞപ്പോൾ മാരാവണവർക്കൊരു ചിരി. നമ്മൾ പലപ്പോഴും ആരാധനാലയത്തെ കാരാഗ്രഹമാക്കി മാറ്റുമ്പോൾ ഏതിടവും ആരാധനാലയം മാറണം. ഞാൻ കുറച്ചുകൂടെ പറയും, ജീവിതം തന്നെ എന്തായി മാറണം? ആരാധനയായി മാറണം. അതാണല്ലോ ഭക്തൻ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവന് വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള. അപ്പം ജീവിതം തന്നെ ആരാധനയായി മാറണം. ഏതിടവും ആരാധനയായി മാറണം. കാരാഗ്രഹത്തെ ആരാധനയാക്കി മാറ്റി. ഈ പ്രതിസന്ധിയിലും ദൈവിക ബന്ധം അറ്റുപോയില്ല. കാരാഗ്രഹത്തിൽ അവരെന്ത് ചെയ്തു? പാട്ടുപാടി ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. മൂന്നാമതായി 2 ശ്രദ്ധിക്കണേന് പറയുന്നത്,
ഒരു പാട്ടുപാട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹവാതിൽ തുറന്നു, ചങ്ങലെ അഴിഞ്ഞു. മാരാമണ വിശ്വാസി, നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടോ, മിണ്ടുന്നില്ല. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? തുറന്ന വാതിൽ കിട്ടുമ്പോൾ കിട്ടിയ വാതിൽ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കും. എന്നിട്ട് 2 സ്തോത്രവും പറയും. അതാണ് വേണ്ടുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ വാതിലുകൾ തുറന്നു കിട്ടി, ചങ്ങലകൾ അഴിഞ്ഞു. തുറന്ന വാതിലുകൾ കിട്ടിയിട്ടും ദൈവഹിതത്തിനും ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചില്ല? പൗലോസും, ശ്രദ്ധിച്ചോളെ, പൗലോസും ശീലാസും. ഞാൻ 2 കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന്, കാരാഗ്രഹത്തെ എന്താക്കി മാറ്റി? 2, തുറന്ന അവസരങ്ങൾ കിട്ടിയിട്ടും ലഭിച്ച അവസരത്തെ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി അവർ ഉപയോഗിച്ചില്ല. ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം അവസാനിപ്പിക്കും. ഈ കയ്യിലെ ചങ്ങലയും കാലിലെ ചങ്ങലയും അഴിയണമെങ്കിൽ അല്പം പാടല്ലേ? അല്ലേ? അസാധ്യമെന്ന് കരുതിയാണ് കയറിയതല്ലേ? ആണോ? അല്ലേ? ഇനി ഇവിടുന്ന് ഒരു തിരിച്ചുപോക്ക് ഇല്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം ഞാൻ ചൊല്ലിടും. അസാധ്യമെന്ന് ലോകം പറയുന്നു, അസാധ്യമെന്ന് ലോകം പറയും ചില കാര്യങ്ങൾ. ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയും. കയ്യും കാലും ചങ്ങലയാണ് ആമത്തിലിട്ടിരിക്കുകയാണ്, കാരാഗ്രഹത്തിൽ അടിഞ്ഞും കിടക്കുകയാണ്. ഇവിടുന്ന് ഒരു പുറത്തു വരവ് അസാധ്യമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ഇരിക്കുന്ന ഭാഗത്തൊരു വ്രണം ഉണ്ട്. വ്രണം എന്ന് പറഞ്ഞാൽ അറിയാം? വ്രണം കിടന്ന് പൊട്ടിയതല്ല, ബെഡ്സോറല്ല, തമ്പുരാന് വേണ്ടി കസേരയിൽ നിന്ന് പൊട്ടിയതാണിത്. പല ആശുപത്രിയിൽ പല ചികിത്സയ്ക്ക് ഞാൻ വിധേയനായി. പല ചികിത്സയ്ക്ക് ഞാൻ വിധേയനായി. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടന്നു. സൗഖ്യം കിട്ടും, വീണ്ടും കസേരയിരിക്കും, വീണ്ടും പൊട്ടും, വീണ്ടും പ്രശ്നമാകും. അവസാനം പുഷ്പഗിരി ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജനെ കണ്ടു. അദ്ദേഹം വാക്വം ഡ്രസ്സിങ് എന്നൊരു ഡ്രസ്സിങ് ചെയ്തു. ആ മുറിവ് അങ്ങ് വലുതാക്കി ആ മുറിവിലോട്ടൊരു ട്യൂബ് ഇട്ടിട്ട് പഴുപ്പ് വലിച്ചെടുക്കും. 35 ദിവസം ചരിഞ്ഞും കമന്നും കിടക്കണം. 3 ദിവസം കൂടുമ്പോഴേ ഡ്രസ്സിങ് മാറ്റത്തുള്ളൂ. പഴുപ്പ് വലിച്ചെടുക്കുക. അങ്ങനെ ഈ ഡോക്ടർ ഇത് ഏകദേശം കരിച്ചു തന്നിട്ട് 34ാമത്തെ ദിവസം ഡോക്ടർ ഇത് ഏകദേശം കരിച്ചു തന്നിട്ട് ഡോക്ടർ റൂമിലെത്തിയിട്ട് പറഞ്ഞു, ഞാനുമുണ്ട്, ഭാര്യയുണ്ട്, ഞാൻ ഏകദേശം കരിച്ചു തന്നു വിട്ടിരിക്കുക. അച്ഛൻ അടങ്ങി ഒതുങ്ങി പ്രഷർ വരാതെ ചാഞ്ഞും ചരിഞ്ഞും കിടക്കാമെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും ഏറെ നേരം കസേര ഇരുന്നത് പൊട്ടും, ഇത് മുറിവാകും, ഇത് അളിയും, നാശകോശമാകും. അടുത്തത് ഇങ്ങോട്ടിനി ഇതും കൊണ്ട് വരല്ല, എൻ്റെ വേറെ മരുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ എനിക്കത് നടക്കത്തില്ല. കാരണം 2001 ജൂലൈ മാസം 8-ാം തീയതി അർദ്ധരാത്രി അപകടം സംഭവിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പള്ളിമണി അടിച്ചതാണ്. അവിടുന്ന് എനിക്ക് ഉയിര് തന്ന ജീവൻ തന്നൊരു കർത്താവ് എനിക്കുണ്ട്. ഉயிருള്ളിടത്തോളം കാലം ഞാൻ പോകും. ഈ ഡോക്ടർ പറഞ്ഞു, എനിക്കിനി അച്ഛനോട് ഒന്നും പറയണ്ട, അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ പൊട്ടും അളിയും, ഇങ്ങോട്ട് വരല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പൊട്ട് കാണൊരു കാര്യം ചെയ്യണം, ബെറ്റാഡിൻ സൊല്യൂഷൻ ക്ലീൻ ചെയ്ത് മെഗാഹീൽ എന്നൊരു മരുന്ന് അത് ഒട്ടിച്ച് ബാൻഡേജ് വെച്ച് പൊക്കോണം. അപ്പോൾ എനിക്ക് ഈ നെഞ്ച് താഴോട്ടൊന്നും അറിയത്തില്ല. ഞാൻ അതെല്ലാം കേട്ടു. 2-3 മാസം വലിയ കുഴപ്പമില്ലാതെ പോയി. ചെറുകെ പൊട്ടി
വീണ്ടും ഇത് അങ്ങ് വ്രണമെന്ന് പറഞ്ഞാൽ ഇവിടെ മുറിവഴുത്താൽ അവിടെ നാറ്റം ഓടിക്കുക, പരുവത്തിലായി. എന്നെ നോക്കുന്ന കുഞ്ഞുങ്ങളെ ഇത് ബെറ്റാഡിൻ കൊണ്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അവസാനം ബെറ്റാഡിൻ എങ്ങനെ തീരും? ഇതാരെ കൊണ്ട് സാധിക്കും ബെറ്റാഡിനെ വാങ്ങിക്കാൻ? അവസാനം ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പൊന്ന് വെള്ളത്തിൽ മുക്കി ഇത് ക്ലീൻ ചെയ്യും. നമ്മുടെ ചേനയുടെ വിത്തെടുത്ത, കള്ളം പറയല്ല ഞാൻ, ചേനയുടെ വിത്തടത്തിയ പരുവത്തിലായി ആ മുറിവ്. അത് മരുന്ന് വെച്ച് ബാൻഡേജ് കിട്ടിയാൽ ശുശ്രൂഷയ്ക്ക് പോകും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ മുക്കുമ്പോൾ ബാൻഡേജ് പണിക്ക് പോകും. അങ്ങനെ ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് പുയപ്പള്ളി എന്നൊരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച പകൽ, വെള്ളിയാഴ്ച രാത്രി. PJ മാമ്പച്ചരച്ചനാണ് അവിടുത്തെ വികാരി അച്ഛൻ. എൻ്റെ ഒരു വീട്ടിൽ വ്യാഴാഴ്ച രാത്രി കൊണ്ടാക്കി. ഞാൻ ആടുകളെല്ലാം പോയി കഴിഞ്ഞേ കുപ്പായം മുറിക്കത്തുള്ളൂ. അതിന് കാരണങ്ങളുണ്ട്. അതെല്ലാ കാരണവും ഇങ്ങനെ ഇത് ലൈവായിട്ട് പോകുന്നിടത്ത് പറയാനൊക്കത്തില്ല. അങ്ങനെ കുപ്പായം ഊരിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിലെ ട്രസ്റ്റി അവിചാരിതമായി എൻ്റെ മുറിയിൽ കയറി വന്നു. ആ മനുഷ്യൻ നോക്കുമ്പോൾ കുപ്പായം ഊരിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ. എൻ്റെ കുപ്പായത്തിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ ചോരയും ചലവുമാണ്. ആ ബാക്ക് സൈഡ് മുഴുവൻ ചോരയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, എന്ത് വച്ചോ ഇത്? അതുവരെ ഗോപ്യമായിരുന്ന ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ആ രാത്രി. ഇനി നിങ്ങൾ കേൾക്കണം കേട്ടോ. അന്ന് രാത്രി സ്വർഗത്തിലെ അപ്പനോട് ഞാൻ പറഞ്ഞു, നീ കാൽവരിൽ ഒഴുക്കിയ ഒരു തുള്ളി ചോര എൻ്റെ മുറിവിൽ വീണാൽ എനിക്ക് സൗഖ്യ. ദൈവമക്കളെ, അപ്പൻ ചോര ഒഴിച്ചു. ഇന്ന് ആ മുറിവില്ലാതെ എനിക്ക് സൗഖ്യം തന്നൊരു കർത്താവ് എനിക്കുണ്ട്. ദൈവമക്കളെ, മനുഷ്യർക്ക് സാധ്യമായത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർക്ക് സാധ്യമായത് സാധ്യമാക്കി തരുന്ന ദൈവമുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഇവരുടെ ജീവിത സാക്ഷ്യം കണ്ട് ഈ മനുഷ്യൻ ചോദിക്കുക, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ ഇനി മാർത്തോമാക്കാരും ശ്രദ്ധിക്കണം പറയുന്നത്. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? കർത്താവായ പറ യേശു ക്രിസ്തു മാത്രം. സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷം ആനത്തമാണ്. യേശു ക്രിസ്തുവിനുള്ള രക്ഷ, അതിനപ്പുറത്തൊന്നില്ല, അതിനപ്പുറത്തൊന്നില്ല. യേശു ക്രിസ്തു എന്ന ഏകരക്ഷകൻ. അതിൻ്റെ മുമ്പിൽ ഈ കാര്യകൽപ്പമാണ്. വിനയപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. മാനസാന്തരപ്പെട്ടു ആരെ? പ്രമാണി. അവസാനത്തിലേക്ക് വരികയാണ്. ഇവൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ 3 തെളിവ് ഞാൻ പറയും. പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. മാനസാന്തരം എന്ന് പറയുന്നത് പുറംപൂച്ചല്ല, വാചകസത്തല്ല. അത് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ തിരിച്ചറിയേണ്ട വിഷയമാണ്. പിടികിട്ടിയ? മാനസാന്തരം എന്ന് പറയുന്നത്, ഇവൻ മാനസാന്തരപ്പെട്ടു എന്നതിൻ്റെ 3-4 തെളിവ് വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. 1, വായിക്കണം. ഞാൻ എടുത്തോട്ടെ വേദവസ്തു. 1, 30-ാമത്തെ വാക്യം. 30-ാമത്തെ വാക്യം ഒരാൾ വായിച്ചോട്ടെ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തോ കാര്യപ്രമാണം ചോദിച്ചത്? യജമാനന്മാരെ. പിടികിട്ടിയ? ഇതുവരെ യജമാനൻ ആരായിരുന്നു? ഇതുവരെ യജമാനൻ ആ കാരാഗ്രഹത്തിൽ കാരാഗ്രഹ പ്രമാണി. ഇപ്പോൾ ആ യജമാനനായി
യജമാനനായിരുന്ന കാരാഗ്രഹപ്രമാണി ആരായി മാറി? ദാസനായി മാറി. എന്തോ മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് യജമാനഭാവം വെടിഞ്ഞ് ദാസനായി തീരുക എന്നുള്ളതാണ്. ഇവൻ യജമാനെന്ന് വിളിച്ചിട്ടും പൗലോസൊന്നും യജമാനനായില്ല കേട്ടോ. പൗലോസ് പറയുന്നത് ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും സീലാസ്. പക്ഷേ കാരാഗ്രഹപ്രമാണി ആരായി മാറി? ദാസനായി മാറി. യജമാനഭാവം വെടിഞ്ഞ് ദാസനായി തീരുന്നതാണ് മാനസാന്തരം. ദാസനായാൽ ഒറ്റ കാര്യമുള്ളൂ. ഭാഗ്യവതിയായ പരിശുദ്ധ കന്യകമറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അതിവിടെ എല്ലാവരും ഈ ഭാഗം പറയും അല്ലേ? സെക്കൻഡ് പാർട്ട് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആ ഭാഗ്യവതി പറഞ്ഞു, നിൻ്റെ വാക്ക് പോലെ എനിക്ക്. അപ്പോൾ ദാസനായി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ല, അപ്പൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നത്. ഒന്ന്. രണ്ട്, അടുത്തത് നോക്കണേ, 33-ാമത്തെ വാക്യം. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കെട്ടി. ഇതുവരെ ഇവൻ്റെ ജോലി എന്തുവാ? ഇതുവരെയുള്ള ഇവൻ്റെ ജോലി എന്തുവാ? എൻ്റെ അപ്പനൊരു പോലീസുകാരനായിരുന്നു കേട്ടോ. പോലീസുകാരൻ അറിയത്തില്ലേ? പോലീസുകാരൻ. എൻ്റെ അപ്പൻ എന്നോട് പറയായിരുന്നു, ഞങ്ങൾ പ്രതികളെ കിട്ടിയാൽ, ആരെ കിട്ടിയാലും സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ 2 എണ്ണം കൊടുത്ത് പറ. അതിന് അപ്പൻ്റെ ഭാഷ പറഞ്ഞ നടയടി എന്ന്. എന്തോ അടിയ? നടയടി. ഇവൻ്റെ ജോലി ഇതുവരെ എന്തുവായിരുന്നു? ഇതുവരെ ഇവൻ്റെ ജോലി നടയടിയായിരുന്നു, മുറിവുണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ പരിപാടി എന്തുവാ? മുറിവുണ്ടാക്കുകയല്ല ചെയ്തത്, ഉണ്ടാക്കിയ മുറിവുകൾ കെട്ടിയ. എന്താ മാനസാന്തരം? മുറിവുകൾ ഉണ്ടാക്കുന്ന അനുഭവത്തിൽ നിന്ന് മുറിവുകൾ കെട്ടുന്ന അനുഭവക്കാരായി മാറുന്നതാണ് മാനസാന്തരം. കള്ളൻ മുറിവേൽപ്പിച്ചപ്പോൾ ശമരിയാക്കാരൻ മുറിവ് കെട്ടി. ഇന്ന് മുറിവുകൾ ഉണ്ടാക്കുന്നവരെണ്ണമാണ് ഒന്നും മാന്താതെ, മിണ്ടുന്നില്ല, ഒന്ന് ചൊറിയാതെ, മാന്താതെ എത്ര എണ്ണമുണ്ട്? എനിക്ക് മാർക്കൊന്നും ഇടണ്ട പ്രസംഗത്തിനൊന്നും. ദൈവമക്കളെ, എത്രയോ ഇടങ്ങളിൽ നമ്മൾ മുറിവുണ്ടാക്കുന്നവരാ. ബന്ധങ്ങളിൽ മുറിവുകൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ മുറിവുകൾ, അപ്പൻ മക്കൾ ബന്ധങ്ങളിൽ മുറിവുകൾ, സഭയിൽ മുറിവുകൾ, ഇടവകയിൽ മുറിവുകൾ. കൺവെൻഷൻ കഴിയുമ്പോൾ മുറിവുകൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് ഉണ്ടാക്കിയ മുറിവുകൾ മാറ്റുവാൻ തമ്പുരാന്റെ കയ്യിലെ ആയുധങ്ങളായി ഞാനും നിങ്ങളും തീരണം. യിരെമ്യാ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഗിലെയാദിൽ വൈദ്യനില്ലയോ? അവിടെ സുഗന്ധതൈലം ഇല്ലയോ? മാരാമുണ്ട്, വൈദ്യനുമുണ്ട്, അവിടെ സുഗന്ധതൈലവുമുണ്ട്. മുറിവുകളുടെ മുമ്പിൽ മരുന്ന് കെട്ടി മുറിവ് കരിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. 2 സംഗതികളെ പറഞ്ഞു. മൂന്നാമത്തേത്, പീഡകൻ ശുശ്രൂഷകനായി മാറിയതാണ് 2ാമത്തെ മാനസം. 3ാമത്തെ ശ്രദ്ധിച്ചോണേ, 28-ാമത്തെ വാക്യം, 27. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചെങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഇവനെന്തോ പരിപാടി? കൊച്ചു വിഷയം വരുമ്പോൾ അയ്യോ തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു. ഈ തന്നെത്താൻ ചാകുന്നതിൻ്റെ പേരെന്തുവാ? അയ്യോടാ, അതും അറിയത്തില്ലയോ? എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, അത് മതി. എനിക്കെന്തോ അതെന്തോ നിസ്സാര പ്രശ്നങ്ങളുടെ മുമ്പിൽ ആത്മഹത്യ
ചെയ്യുക. ഇന്ന് കൊല്ലുന്നവരുടെയും കൊല്ലിക്കുന്നവരുടെയും സ്വയം ചാകുന്നവരുടെ എണ്ണം പറ. അയ്യോ, സ്വന്തം അമ്മ എലിവിഷം കൊടുത്തു കൊന്ന മകൾ ഇന്ന് കൊല്ലുന്നവരുടെയും കൊല്ലിക്കുന്നവരുടെയും സ്വയം ചാകുന്നവരുടെയും എണ്ണം വളരെ വലുതാണ്. നിസ്സാര പ്രശ്നം മതി. കാരാഗ്രഹം തുറന്നതേ ഉള്ളൂ, ഓടിപ്പോയെന്ന് പോലും നോക്കിയില്ല. അതിന് മുമ്പ് എന്താ പരിപാടി? അങ്ങ് ചത്തേക്കാം. ആത്മഹത്യാ പ്രവണത വളരെയധികം വർദ്ധിച്ചു വരുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും പറ ജീവിക്കുന്നത്. ആ മനുഷ്യൻ ഇപ്പം എന്തോ ചെയ്യുക? ആനന്ദിക്കുക. കണ്ടോ? ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചവൻ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്നു. ജീവിതം നഷ്ടപ്പെടുവാൻ ആഗ്രഹിച്ചവൻ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റി. അത് ദൈവത്തോടൊപ്പം ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്നതാണ് മാനസാന്തരം. അവസാനിപ്പിക്കാൻ പോവാം. ഇനിയും ഉള്ളത് ഈ ഇടവകയ്ക്കുള്ള ദൂതാണ്.